പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ 2011, 2012, 2013 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഡിഗ്രിക്കാരുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷ ഒക്ടോബർ 8 ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ടൈം ടേബിളുകൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു, വീഡിയോ ചെയ്തിരുന്നു. എല്ലാവർക്കും ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും അതനുസരിച്ച് അവരുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ, പരീക്ഷാഭവൻ്റെ സൈറ്റിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷ 8 ആരംഭിക്കുകയാണ്. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പായി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പരീക്ഷയുടെ തലേ ദിവസമൊന്നും ഹാൾ ടിക്കറ്റ് എടുക്കാൻ പോകരുത്. എല്ലാവരും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ടൈം ടേബിളും അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് എഴുതേണ്ട പേപ്പറിൻ്റെ വിവരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പേപ്പറുകൾ ഏതു ദിവസമാണ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ചുണ്ടാവില്ല. നിങ്ങൾക്ക് എഴുതാനുള്ള പേപ്പറുകൾ ഏതു ദിവസമാണ് നടക്കുന്നത്, ഏതു ദിവസമാണ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ടൈം ടേബിളിലാണ് ഉണ്ടാവുക, ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവില്ല. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ള പേപ്പർ, രണ്ടാമത്തെ സെമസ്റ്ററിൽ എഴുതേണ്ടതായിട്ടുള്ള പേപ്പറിൻ്റെ വിവരങ്ങൾ മാത്രമാണ് ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് MCQ എഴുതേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച്. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്ക് 80% എക്സ്റ്റേണൽ ആയിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 20 മാർക്ക് ഇൻറ്റേണൽ ആയിരുന്നു. 20 മാർക്ക് ഇൻറ്റേണൽ നിശ്ചയിച്ചിരുന്നത് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിന്ന് 20 ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്തെഴുതി 20 മാർക്ക് ഉണ്ടാക്കുകയായിരുന്നു ഇൻറ്റേണൽ മാർക്കിന് ചെയ്തിരുന്നത്. ഇങ്ങനെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ 2011, 2012, 2013 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഡിഗ്രിക്കാർക്ക് അവരുടെ ഇൻറ്റേണൽ മാർക്കിൻ്റെ ഭാഗമായിട്ട് MCQ പരീക്ഷ എഴുതേണ്ടതുണ്ടോ എന്നത് സ്വാഭാവികമായും എല്ലാവരുടെയും സംശയമാണ്. MCQവിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളിൽ, അതായത് 2011, 2012, 2013 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് MCQ ഇനി വീണ്ടും എഴുതാൻ പറ്റില്ല. നേരത്തെ നിങ്ങൾക്ക് MCQ എഴുതിയിട്ടുണ്ടാവും, നേരത്തെ പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് MCQ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ മാർക്ക് അതേപോലെ നിലനിൽക്കുകയാണ് ചെയ്യുക. MCQ ഇംപ്രൂവ് ചെയ്യാനോ സപ്ലിമെൻ്ററി ആയി എഴുതിയെടുക്കാനോ സാധ്യമല്ല. അതേസമയം ഈ പരീക്ഷ നേരത്തെ നടന്നിരുന്ന സമയത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ MCQൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതായത് 2011, 12, 13 വർഷങ്ങളിൽ നിങ്ങൾ ഡിഗ്രിക്ക് ചേർന്ന് സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ എഴുതിയിരുന്ന സമയത്തോ പിന്നീട് സപ്ലിമെൻ്ററി പരീക്ഷ വന്ന സമയത്തോ ഒക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ MCQവും എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ MCQ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് MCQ എഴുതാനുള്ള അവകാശം ഇപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ കൂടെ MCQ ക്വസ്റ്റ്യൻസ് തരും. അങ്ങനെ എഴുതാം. അല്ലാതെ നേരത്തെ എപ്പോഴെങ്കിലും സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയുടെ പേപ്പറുകൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ MCQ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ MCQ എഴുതിയവർക്ക് ഒരു നിശ്ചിത മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നിശ്ചിത മാർക്ക് കിട്ടിയിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഭാഗമായിട്ട് MCQ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ MCQ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. നേരത്തെ കിട്ടിയിരുന്ന മാർക്ക് അതേപോലെ നിലനിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, MCQ എഴുതാൻ പറ്റുക. നേരത്തെ ഈ പരീക്ഷയൊന്നും എഴുതിയിട്ടില്ല, ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ പരീക്ഷയൊന്നും എഴുതാൻ സാധിക്കാതെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് MCQ ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരിക. അറിയാമല്ലോ, പരീക്ഷാ സെൻറ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 2 സെൻറ്ററുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സെൻറ്ററുകളിൽ വെച്ച് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, പരീക്ഷയ്ക്ക് എല്ലാവരും കൃത്യമായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നേരത്തെ പഠിച്ചിരുന്നത് മാത്രം പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുതെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പഠിച്ചു പോയത് വെച്ച് നിങ്ങൾ പരീക്ഷ എഴുതിയിരുന്നത് കൊണ്ട് മാത്രമാണ് തോറ്റുപോയത്. അപ്പോൾ അതുപോലെ പോരാ, പകരം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അത്രയും കൂടി പഠിച്ചിട്ട് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇത്
വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുകയാണ് എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കിയേക്കുമെന്ന് ആരും കരുതരുത്. 1 മാർക്കിന് പോലും യൂണിവേഴ്സിറ്റി 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം ഒരുപാട് പേർ തോറ്റവരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിവേഴ്സിറ്റി 1 മാർക്കാണെങ്കിൽ പോലും ഒരു ദയാദാക്ഷിണ്യവും കാണിക്കില്ല, തോറ്റതായി തന്നെ കണക്കാക്കും. അപ്പോൾ മിനിമം പാസ്സാവാൻ ആവശ്യമായിട്ടുള്ള മാർക്കിന് മാത്രം നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മാഷക്ക് മാർക്ക് തരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവൂ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ച് യൂണിവേഴ്സിറ്റി പാസ്സാക്കിയേക്കും എന്നാരും കരുതരുത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടാവണം. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയെ സമീപിക്കാവൂ. ഈ പരീക്ഷയും തോറ്റാൽ ഇനി എപ്പോഴാണ് ഇതുപോലൊരു പരീക്ഷ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 5-8 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനിയും ഇതുപോലൊരു ചാൻസ് കിട്ടുക. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഡിഗ്രി പാസ്സായിട്ടൊന്നും കാര്യമില്ല. ഇപ്പം തന്നെ പാസ്സായി, ഇതുതന്നെ വളരെ വൈകിയിരിക്കുന്നു. ഇനി വൈകിട്ടാണെങ്കിലും ഇപ്പോൾ തന്നെയെങ്കിലും പാസ്സാവാൻ പറ്റണം. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ജോലിക്ക് പോകുന്നവരുണ്ടാവും, വീട്ടുകാര്യങ്ങളിലോ തിരക്കുകളുള്ളവരുണ്ടാവും, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് കുടുംബ സമേതമായിട്ട് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും പലരും. അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് പഠിത്തത്തിന് വേണ്ടി കൃത്യമായി സമയം കണ്ടെത്തി പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പാസ്സാവൂ എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, പരീക്ഷ എല്ലാവർക്കും എളുപ്പമുള്ളതായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഓക്കെ.